അല്ലാഹു സുബ്ഹാനഹു വ തആല ഗഫാറാണ്, അവിടുന്ന് പൊറുക്കാൻ കഴിവുള്ളവനാണ്. ജീവിതത്തിൽ എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അറിഞ്ഞ ഒരാൾക്ക് അല്ലാഹുവേ പടച്ച റബ്ബേ ജീവിതത്തിന്റെ മേഖലകളിൽ വന്നു പോയ തെറ്റുകൾ എങ്ങനെയാണ് അല്ലാഹുവിന്റെ മുമ്പിൽ പടച്ച റബ്ബേ പറയണം എന്നതിന് തന്റെ ഹൃദയത്തിനകത്ത് വലിയ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്നാലോ എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഒരിക്കലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അങ്ങനെ കടന്നു വരികയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നും കാണുന്നതിനപ്പുറം വല്ലാത്ത അത്ഭുതകരമായിട്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത അത്ഭുതമായി. കാരണം എന്തെന്നറിയോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കരയുകയാണോ? അല്ലാഹുവേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വല്ലാത്ത കരച്ചിലാണ്. അവിടെ നിന്ന് കണ്ണുനീരിങ്ങനെ ആർത്തൊഴുകുമ്പോ അവിടെ നിന്ന് പുന്നാര നബി തങ്ങൾ ചോദിക്കുന്നു, യാ ഉമർ ഇബ്നുൽ ഖത്താബ്, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് പറ്റി ഉമറേ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടുന്ന് വല്ലാത്ത അത്ഭുതമാവുകയാണ്. റബ്ബേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ, അവിടെ നിന്ന് കരണമെങ്കിൽ എന്തെങ്കിലും കാരണമുണ്ടാകുമല്ലോ, അല്ലാതെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കരയാറില്ല. റബ്ബേ, മക്കയിലൂടെ കടന്നു പോകുന്ന ഉമറുണ്ടല്ലോ, ആ ഉമറെന്ന് കേട്ടാൽ മക്ക വിറക്കുമായിരുന്നല്ലോ, മക്ക വിറക്കുമായിരുന്നല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേര് കേൾക്കുമ്പോൾ അല്ലാഹുവേ, ഭക്ഷണം കഴിക്കാത്ത കുട്ടികൾ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുമായിരുന്നല്ലോ, കരയുന്നവർ കരച്ചിൽ നിർത്തുമായിരുന്നല്ലോ. ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ സഞ്ചരിക്കുന്ന വഴിയുണ്ടല്ലോ, അതിലൂടെ തനിച്ചുകൊണ്ട് ഒരാൾക്കും കടന്നു പോകാൻ വല്ലാത്ത ഭയമായിരുന്നു. അതായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാ കരഞ്ഞുകൊണ്ട് കടന്നു വരുന്നത്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ് കരഞ്ഞുകൊണ്ട് കടന്നു വരുന്നത്. അല്ലാഹുവേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാ, ഉമറേ, എന്ത് പറ്റി ഉമറേ? എന്ത് പറ്റി ഉമറേ? എന്തിനാ കരയുന്നത് ഉമറേ? ഇതങ്ങ് ചോദിക്കേണ്ട താമസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടെ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമർ തങ്ങൾ പറയുന്നു, നബിയേ, ഒരു ചെറുപ്പക്കാരന്റെ കരച്ചിൽ ഞാൻ കണ്ടല്ലോ, ഒരു ചെറുപ്പക്കാരന്റെ കരച്ചിൽ കണ്ടു നബിയെ. അത് എന്നെ വല്ലാത്ത വേദനപ്പെടുത്തി നബിയെ, എനിക്ക് വല്ലാത്ത സങ്കടമായി നബിയെ, അതുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് പറയുമ്പോ അല്ലാഹുവേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുന്നു, ഉമറേ, ആ ചെറുപ്പക്കാരനെ ഒന്ന് കൊണ്ടുവരുവോ ഉമറേ? റബ്ബേ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കരയിപ്പിച്ച ആ ചെറുപ്പക്കാരനെ കാണാൻ അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത ആഗ്രഹമായല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് പ്രകാരം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ, ആ ചെറുപ്പക്കാരന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുകയാ. എന്നിട്ട് അവിടുന്ന് പറയുന്നു, നിന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുന്നുണ്ടല്ലോ, നീ ഒന്ന് കടന്നു വരണേ, നീ ഒന്ന് കടന്നു വരണേ. അങ്ങനെ ഇതാ ഈ ചെറുപ്പക്കാരൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ കടന്നിട്ട് കരയുകയാണ്. അവിടെ നിന്ന് പറയുന്നു, മുത്തുനബി ചോദിക്കുകയാണ്, നിന്റെ ജീവിതത്തില് നീ എന്ത് തെറ്റ് ചെയ്തവനാ? നീ എന്ത് അപരാധങ്ങളുടെ വഴികളിലൂടെ കടന്നു പോയവനാ? നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നതെന്ന് ചോദിക്കുമ്പോ അവിടെ നിന്നും പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ കരയുന്നത് എന്താണെന്നറിയോ? ഞാൻ കരയുന്നത് എന്താണെന്നറിയോ?
എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അല്ലാഹുവേ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അല്ലാഹുവേ ഞാൻ വല്ലാത്ത മോഷ്ടാവാണ് നബിയേ ഞാനൊരു കള്ളനാണ് നബിയേ ഞാനൊരു കള്ളനാണ് നബിയേ അല്ലാഹുവേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഇതങ്ങ് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു മനുഷ്യ നിന്റെ ജീവിതത്തിൽ നീ എത്ര വലിയ തെറ്റുകൾ കടന്നു വന്നാൽ നിന്റെ ജീവിതത്തിൽ നീ എത്ര വലിയ തെറ്റുകൾ ചെയ്താൽ അല്ലാഹുവിന്റെ മുമ്പിൽ നീ പൊറുക്കലിനെ ചോദിച്ചാ അല്ല പുറത്തു തരുവല്ലോ അല്ല പുറത്തു തരുവല്ലോ അല്ലാഹ് ഇതങ്ങ് പറയുമ്പോ ഈ മനുഷ്യൻ അവിടെ നിന്ന് വീണ്ടും കരയുകയാണല്ലോ റബ്ബേ പിന്നാലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാ എന്ത് പറ്റി എന്തിനാ കരയുന്നത് നിന്റെ എത്ര വലിയ പാപങ്ങളും പുറത്തു തരാൻ ഏകനായ പടച്ച റബ്ബ് കാത്തിരിക്കുകയാണല്ലോ ഒരടിമ പകലാ തെറ്റ് ചെയ്യുന്നതെങ്കിലോ രാത്രിയാവോളം രാത്രി മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരിക്കുമല്ലോ എന്റെ അടിമ എന്നോട് പൊറുക്കലിനെ തേടുമല്ലോ എന്റെ അടിമ എന്നോട് പൊറുക്കലിനെ തേടുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുകയാ അതേപോലെ തന്നെ ഒരടിമ പാതിരാ സമയത്തിന്റെ നിശബ്ദതയില് ആരും കാണാതെ കൂരിട്ടിന്റെ ഉള്ളറയിൽ വെച്ചിട്ട് അവന് തെറ്റുകളുടെ കൂമ്പാരങ്ങളിലൂടെ കടന്നുപോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ പകലിലോ അല്ലാഹുവേ പകൽ മുഴുവൻ അവിടെ നിന്ന് റബ്ബേ അവനിക്ക് വേണ്ടി കാത്തിരിക്കുകയാ എന്തിനെന്നറിയോ എന്റെ അടിമയുണ്ടല്ലോ അവൻ എന്നോട് പൊറുക്കലിനെ തേടുമല്ലോ ഞാൻ അവനിക്ക് പുറത്തു കൊടുക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ച റബ്ബ് കാത്തിരിക്കുന്ന രാത്രികളുണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ റബ്ബേ ഈ ചെറുപ്പക്കാരൻ അവിടുന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ വീണ്ടും കരയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ ചെറുപ്പക്കാരാ എന്തിനാണടാ കരയുന്നത് നിന്റെ പാപം അല്ലാഹു പുറത്തു തരുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതാണല്ലോ പടച്ച റബ്ബിന്റെ മുമ്പിൽ ഒന്ന് പൊറുക്കലിനെ തേടണേ പൊന്നുമോനെ അല്ലാഹുവിന്റെ മുമ്പിൽ ഒന്ന് പൊറുക്കലിനെ തേടണേ പൊന്നുമോനെ അങ്ങനെ നീ ചോദിച്ചാ നിന്റെ പാപങ്ങളല്ല പുറത്തു തരുവല്ലോ നിന്റെ പാപങ്ങളല്ല പുറത്തു തരുവല്ലോ അല്ലാഹുവേ ഈ ചെറുപ്പക്കാരൻ വീണ്ടും കരഞ്ഞുകൊണ്ടേയിരിക്കുമ്പോ ഇതങ്ങ് പറയുമ്പോ അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാ യാ റസൂലല്ലാഹ് എന്റെ ജീവിതത്തിൽ ഇനിയും തെറ്റുകളുണ്ടല്ലോ നബിയേ എന്റെ ജീവിതത്തിൽ ഇനിയും തെറ്റുകളുണ്ടല്ലോ നബിയേ അല്ലാഹുവേ ഞാനൊരു മോഷ്ടാവാണെന്ന് പറഞ്ഞല്ലോ ഞാൻ മോഷ്ടിക്കാറുള്ളത് എന്തെന്നറിയോ അല്ലാഹുവേ തന്റെ നാട്ടിലെ ഏതെങ്കിലും ഒരു മനുഷ്യനെങ്ങാനും മരണപ്പെട്ടാൽ ആ മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളുണ്ടല്ലോ അവനെ കുളിപ്പിക്കാനും അവനെ കഫൻ പൊതിയാനും അവന്റെ പേര് ദുആ ചെയ്യാനും അവന്റെ പേര് നമസ്കരിക്കാനും അവനെ ഖബറിലേക്ക് വെക്കുന്നത് വരെ അവന്റെ എല്ലാ കാര്യങ്ങളിലും ഞാൻ ഉണ്ടാകുമല്ലോ നബിയേ അല്ലാഹുവേ ആ പള്ളിക്കാട്ടിൽ നിന്ന് എല്ലാവരും പിരിഞ്ഞു പോന്നാൽ ആ ഖബറിന്റെ ചാരത്ത് ഞാനൊരു അടയാളം വെക്കുമല്ലോ നബിയേ എന്നിട്ട് ഞാൻ തിരിച്ചു പോരും നബിയേ അല്ലാഹുവേ എന്നിട്ട് എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് പാതിരാ സമയമായ ആ ഖബറിന്റെ ചാരത്തേക്ക് ഞാനങ്ങ് കടന്നു ചെല്ലുകയാ എന്നിട്ടുണ്ടല്ലോ ആ ഖബറിൽ കിടക്കുന്ന റബ്ബേ മനുഷ്യന്റെ കഫൻപുട ഞാനങ്ങ് വലിച്ചോറുകയാ ആ ഖബർ മാന്തി കഫൻപുട ഞാൻ എടുത്തിട്ടോ ആ കഫൻപുട ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുവല്ലോ നബിയെ ഇതായിരുന്നു നബിയെ എന്റെ ജോലി എന്ന് പറയുന്നത് അതിൽ നിന്ന് കിട്ടുന്ന പണമുണ്ടല്ലോ എന്റെ ജീവിതത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുവല്ലോ ഇതങ്ങ് പറഞ്ഞപ്പോ
വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, നിനക്കല്ല പുറത്തു തരും മോനെ, നിനക്കല്ല പുറത്തു തരും മോനെ. പടച്ച റബ്ബിനോട് പൊറുക്കലിനെ തേടടാ. അല്ലാഹുവിന്റെ മുമ്പിൽ തൗബ ചെയ്തിട്ട് മടങ്ങിയാ അല്ലാഹ് നിനക്ക് പുറത്തു തരുമല്ലോ, അല്ലാഹ് നിനക്ക് പുറത്തു തരുമല്ലോ. തീർന്നില്ല, ഈ മനുഷ്യൻ അവിടെ നിന്ന് വീണ്ടും പറയുകയാ, യാ റസൂലല്ലാഹ്, ഞാൻ കള്ളന് മാത്രമല്ല നബിയെ, ഞാൻ വ്യഭിചാരിയാ നബിയെ, ഞാൻ വ്യഭിചാരിയാ നബിയെ. എങ്ങനെയാ വ്യഭിചരിച്ചതെന്നറിയോ? അല്ലാഹുവേ പടച്ച റബ്ബേ, പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഈ ചെറുപ്പക്കാരൻ അവിടുത്തെ ചരിത്രത്തിന്റെ കഥയുടെ ജീവചരിത്രത്തിന്റെ കെട്ടഴിക്കുകയാ. അല്ലാഹുവേ അവിടുന്ന് പറയുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അല്ലാഹുവിന്റെ നബിയേ, ഒരു ദിവസം എന്റെ നാട്ടിലൊരു പെണ്ണ് മരിച്ചു നബിയേ, ഒരു ദിവസം എന്റെ നാട്ടിലൊരു പെണ്ണ് മരിച്ചല്ലോ നബിയേ. ആ പെണ്ണുണ്ടല്ലോ എന്തൊരു സുന്ദരിയായിരുന്നെന്നറിയോ? വല്ലാത്ത സുന്ദരിയായിരുന്നു. എല്ലാവരും ആ പെണ്ണിനൊരു നിമിഷത്തേക്ക് അവരുടെ സൗന്ദര്യം ആഘോഷിക്കുമായിരുന്നു, വല്ലാതെ ആനന്ദിക്കുമായിരുന്നു. അത്രത്തോളം സുന്ദരിയാ നബിയേ, അത്രത്തോളം സുന്ദരിയാ നബിയേ. റബ്ബേ, ആ പെണ്ണങ്ങ് മരണപ്പെടുകയാ നബിയേ. അല്ലാഹുവേ, അവരുടെ എല്ലാ കാര്യങ്ങളിലും ഞാൻ ഉണ്ടായിരുന്നു. അവിടെ നിസ്കരിച്ചു, ദുആ ചെയ്തു, ഖബറടക്കി. റബ്ബേ, ഖബറിന്റെ ചാരത്ത് ഒരടയാളം വെച്ചിട്ട് ഞാൻ ഇങ്ങ് തിരിച്ചു പോന്നല്ലോ റസൂലേ. എന്നിട്ടോ പാതിരാ സമയത്തിന്റെ നിശബ്ദതയില് എല്ലാവരും സുഖമുദ്രയിൽ ആണ്ടുപൂണ്ട് കിടന്നുറങ്ങുമ്പോ റബ്ബേ, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് എണീക്കുകയാ, പള്ളിക്കാട്ടിലേക്ക് കടന്നു ചെല്ലുകയാ, പള്ളിക്കാട്ടിലേക്ക് കടന്നു ചെന്നല്ലോ നബിയെ. എന്നിട്ടോ അല്ലാഹുവേ, ആ ഖബർ ഞാനങ്ങ് മാന്തി നബിയെ. ആ പെണ്ണിന്റെ കഫൻപുട ഞാനങ്ങ് വലിച്ചൂരി നബിയെ. ആ പെണ്ണിന്റെ കഫൻപുട വലിച്ചൂരിയപ്പോ റബ്ബേ, സുന്ദരിയായി കിടക്കുന്ന പെണ്ണുണ്ടല്ലോ പാതിരാ സമയത്തില് റബ്ബേ, ആ പെണ്ണിന്റെ ശരീരം എന്റെ മനസ്സിനെ വല്ലാതെ കീഴടക്കി നബിയെ. മയ്യത്താ ഉമ്മ, മയ്യത്താ ഉമ്മ, ഖബറിന്റെ ഉള്ളിലാ ഉമ്മ, ഖബറിന്റെ ഉള്ളിലാ ഉമ്മ. ഖബറെന്ന് കേട്ടാ പേടിക്കണമല്ലോ, അവിടെ ഭയം വന്നില്ല, അവിടെ എന്നെ പിശാച് വല്ലാതെ കുടുക്കിയല്ലോ നബിയെ. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്ക് പകരം മാളമാ സുബ്ഹാനാ, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സുബ്ഹാന. അല്ലാഹുവേ, ഖബർ കണ്ടാ കരയണ്ടേ ഉമ്മ, ഖബർ കണ്ടാ കരയണല്ലോ, ഖബറെന്ന് കേട്ടാ കരയണല്ലോ. അത്രത്തോളം ഭീകരമാണ് ഉമ്മ ഖബറെന്ന് പറഞ്ഞാൽ. എന്നാൽ ഈ ചെറുപ്പക്കാരന് പേടി വന്നില്ല, അവിടുന്ന് ഭയം വന്നില്ല. അല്ലാഹുവേ, ആ ഖബറിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടല്ലോ ഈ പെണ്ണിനെ അവിടെ നിന്ന് വ്യഭിചരിക്കുകയാണല്ലോ, ഈ പെണ്ണിനെ അവിടെ നിന്ന് വ്യഭിചരിക്കുകയാണ്. അല്ലാഹ് പടച്ച റബ്ബേ, അവിടെ നിന്ന് വല്ലാത്ത വേദനയായല്ലോ. മുത്തുനബിക്കത് കേട്ടിട്ട് വല്ലാത്ത അത്ഭുതമായല്ലോ. അല്ലാഹ് ഹൃദയം വല്ലാതെ വേദനിച്ചു പോയല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണിലൂടെ കണ്ണുനീരൊഴുകുകയാ. റബ്ബേ, വല്ലാത്ത പേടി വരികയാ. അല്ലാഹുവിന്റെ അദാബിനെ കുറിച്ച്, വല്ലാത്ത ശിക്ഷയെ കുറിച്ചിട്ട് പേടിക്കുകയാണ്. ഈ ചെറുപ്പക്കാരൻ നിന്നിട്ട് കരയുകയാ ഉമ്മ, കരയുകയാണല്ലോ ഉമ്മ. അല്ലാഹുവേ, അവിടെ നിന്ന് ആ സമയത്ത് ഖബറിൽ വെച്ചിട്ട് വ്യഭിചരിച്ചിട്ട് മണ്ണ് മൂടിയിട്ട് ഞാൻ അങ്ങ് തിരിച്ചു പോന്നു നബിയെ. എന്റെ ജീവിതത്തിൽ എനിക്ക് പാപങ്ങൾ പൊറുത്തു തരുവോ നബിയെ? എന്റെ പാപം അല്ലാഹു പൊറുത്തു തരുവോ? എനിക്ക് പൊറുക്കലിനെ തേടാൻ കഴിയുമോ നബിയെ? ഇത്രയും വലിയ കുടുംബ അപരാധങ്ങൾ ചെയ്തവനാ നബിയെ ഞാന്. എന്റെ ജീവിതത്തിൽ എനിക്ക് തൗബയുണ്ടോ എന്നവിടെ നിന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാ.
മോനെ, പടച്ച റബ്ബിന്റെ മുമ്പിൽ നീ തൗബ ചെയ്യടാ. അല്ലാഹുവോട് പൊട്ടിക്കരഞ്ഞിട്ട് നിന്റെ പാപങ്ങളെ ഏറ്റു പറഞ്ഞാ പടച്ച റബ്ബ് നിനക്ക് പുറത്തു തരുമല്ലോ. എടാ, എത്ര പടച്ച റബ്ബിന്റെ മുമ്പിൽ നീ തൗബ ചെയ്താൽ ആ പടച്ച റബ്ബിന്റെ മുമ്പിൽ വല്ലാതെ തൗബ ചെയ്യുമ്പോ അല്ലാഹുവിന് വല്ലാത്ത അലിവ് തോന്നുമല്ലോ. അല്ലാഹുവിന് വല്ലാത്ത അലിവ് തോന്നുമല്ലോ. അങ്ങനെ നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, വീണ്ടും അവിടുന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാ, ഒരു തെറ്റ് മാത്രമല്ല പൊറുക്കില്ലല്ലോ, ഒരു തെറ്റ് മാത്രം അല്ലാഹു പൊറുക്കില്ലല്ലോ. അത് ഏതാ തെറ്റെന്നറിയോ? നിങ്ങളുടെ നാവ് കൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞാൽ, ഗീബത്ത് പറഞ്ഞ, നമീമത്ത് പറഞ്ഞ, അല്ലാഹുവേ നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പാപങ്ങളുണ്ടല്ലോ, ഏത് പുറത്താലും ഈ പാപങ്ങൾ പടച്ച റബ്ബ് പുറത്തു തരില്ല എന്നവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഒരിക്കലും തന്നെ മറ്റുള്ളവരെ കുറിച്ചിട്ട് അപരാധം പറയരുത്. ഒരാളെയും വേദനിപ്പിക്കുന്ന വർത്തമാനങ്ങൾ കൊണ്ടുവരരുത്. അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മുടെ പാപങ്ങൾ നമ്മൾ ഏറ്റു പറഞ്ഞ പടച്ച റബ്ബ് നമ്മുടെ പാപങ്ങളെ കേൾക്കാൻ, നമുക്ക് പുറത്തു തരാൻ അല്ലാഹുവേ തന്റെ അടിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് മറ്റൊരാളുടെ മേലിലുള്ള അല്ലാഹുവേ തെറ്റുകളെങ്ങാനും നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ, മറ്റൊരാളുടെ പേരിലുള്ള കുറ്റങ്ങൾ പറഞ്ഞിട്ട് മറ്റുള്ളവനോട് പറഞ്ഞിട്ട് നടക്കുമ്പോ ഈ പാപങ്ങളുണ്ടല്ലോ, ഇത് അല്ലാഹു പുറത്തു തരില്ലെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുക. എന്റെ പ്രിയമുള്ളവരെ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കരയിപ്പിച്ച മനുഷ്യൻ, ഉമർ തങ്ങളെ കരയിപ്പിച്ച മനുഷ്യൻ, എന്റെ പ്രിയമുള്ളവരെ, അത്രത്തോളം ജീവിതത്തിൽ തെറ്റുകൾ ചെയ്ത ഒരു ചെറുപ്പക്കാരൻ. അവസാനം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് പറയാ, നബിയെ, ഞാൻ തെറ്റ് ചെയ്തു നബിയെ, എന്റെ ജീവിതത്തിൽ തെറ്റ് ചെയ്തു നബിയെ, ഞാൻ മോഷ്ടാവാ, ഖബറിൽ വെച്ചിട്ട് പെണ്ണിനെ വ്യഭിചരിച്ചവനാ, എനിക്ക് തൗബയുണ്ടോ നബിയെ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, മോനെ, നീ പടച്ച റബ്ബിന്റെ മുമ്പിൽ തൗബ ചെയ്യും. അള്ളാന്റെ മുമ്പിൽ നീ തൗബ ചെയ്താ നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങളൊക്കെ പുറത്തു തരും. മാത്രമല്ലടാ പടച്ച റബ്ബിന്റെ മുമ്പിൽ നീ തൗബ ചെയ്ത് മടങ്ങുമ്പോ, പടച്ച റബ്ബേ, നീ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞതുണ്ടോ, മറ്റുള്ളവരെ നീ ഇടങ്ങാറാക്കിയതുണ്ടോ, വിഷമിപ്പിച്ചതുണ്ടോ? നിന്റെ വാക്ക് കൊണ്ട് മറ്റുള്ളവർ വിഷമിപ്പിച്ചിട്ടുണ്ടാകും, എന്തെങ്കിലും വാക്കുകളെ കൊണ്ട് വല്ലാത്ത വേദന അനുഭവിച്ചിട്ടുണ്ടാകും. അതൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒറ്റയടിക്ക് പുറത്തു തരൂല. ആദ്യം നീ അവനോട് പോയിട്ട് നീ തൗബ ചോദിക്കണം, അവരോട് പൊറുക്കലിനെ ചോദിക്കണം. എടാ, ഞാൻ നിന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിന്നെ കുറിച്ചിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടടാ, നീ എനിക്കൊന്ന് പുറത്തു തരണേ എന്ന് പറയാതെ നിന്റെ പാപങ്ങളൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരില്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുക. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ നാക്ക് കൊണ്ട്, നമ്മുടെ മനസ്സുകൊണ്ട് അത് മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കിയിട്ടില്ല എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആലോചിക്കണം നമ്മൾ. അങ്ങനത്തെ പാപക്കറകൾ എന്റെ പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ അതിനെ മാറ്റിയെടുക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ പ്രിയമുള്ളവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസ്, എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു ഹദീസ്. മഹാനായ ജുൻദുബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവേ അവിടുന്ന് പറയുകയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് മഹാനവറുകൾ അവിടുന്ന് പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന റജുലൻ ഖാല
അല്ലാഹുവേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അല്ലാഹുവേ അവിടെ ഇങ്ങനെ ഒരിക്കലൊരു മജ്‌ലിസിൽ ഇങ്ങനെ ഇരിക്കുമ്പോ സ്വഹാബത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വഹാബത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാ യാ സ്വഹാബ അന്ന റജുലൻ ഖാല ഏതെങ്കിലും ഒരു മനുഷ്യൻ അവിടുന്ന് പറയുകയാ വല്ലാഹു ലാ യഗ്ഫിറുല്ലാഹു ലിഫുലാൻ ഇന്നാലിന്റെ മനുഷ്യൻ ചെയ്ത തെറ്റുണ്ടല്ലോ ഇന്നാലിന്റെ മനുഷ്യൻ ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ അത് എത്രത്തോളം മോശമാ എന്നവിടെ നിന്നെങ്ങാനും നമ്മൾ പറയുമ്പോ റബ്ബേ നമ്മളൊക്കെ പറയുന്നവരാണല്ലോ ഉമ്മ അവള് ചെയ്ത ആ തെറ്റുണ്ടല്ലോ അവള് ചെയ്ത ആ കാര്യങ്ങളുണ്ടല്ലോ അത് പടച്ചറബെങ്ങാനും പൊറുക്കുമോ അത് പടച്ചറബെങ്ങാനും പൊറുക്കുമോ അത്രത്തോളം വലിയ അപരാധമല്ലേ അവന് ചെയ്തു കൂട്ടിയത് അത്രത്തോളം വലിയ തെറ്റല്ലേ അവന് ചെയ്തിട്ടുള്ളത് അത്രത്തോളം വലിയ തമ്മാടിത്തരമല്ലേ അവന്റെ ജീവിതത്തിലുള്ളത് എന്ന് പറയുന്ന എത്രയോ ആളുകളുണ്ടല്ലോ നമ്മൾ തന്നെ പറയാറുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാ അങ്ങനെ എങ്ങാനും ആരെങ്കിലും പറഞ്ഞാൽ അല്ലാഹ് പടച്ച റബ്ബേ അല്ലാഹുവേ പടച്ച റബ്ബിന്റെ മുമ്പില് അവൻ ആ പറഞ്ഞ ആളുണ്ടല്ലോ അവന് വല്ലാത്ത പരാജയത്തിലാ അങ്ങനത്തവനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ വ ഇന്നല്ലാഹ തആല ഖാൽ മൻ ദല്ലദീ യതഅല്ലാ അലയ്യ അൻ ലാ അഗ്ഫിറ ലിഫുലാൻ ഇന്നാലിന്ന ആൾക്ക് ഞാൻ ഒരിക്കലും തന്നെ പുറത്തു കൊടുക്കില്ല ഇന്നാലിന്ന ആളുകൾക്ക് ഒരിക്കലും നന്മയില്ല എന്ന് പറഞ്ഞവനാരാ അങ്ങനെ പറയുന്ന ആളുകളുണ്ടോ റബ്ബേ ഒരിക്കലും ഉമ്മ അങ്ങനെ പറയല്ലേ അങ്ങനെ പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ പഠിപ്പിക്കുകയാ ഫഇന്നി ഖദ് ഗഫർതു ലിഫുലാൻ വഅഹബ്ബതു അമലക അല്ലാഹുവേ അങ്ങനെ പറഞ്ഞ വ്യക്തികളുണ്ടല്ലോ അവന്റെ ജീവിതത്തിലുള്ള അമലുകളുണ്ടല്ലോ അല്ലാഹുവേ പടച്ച റബ്ബേ പറഞ്ഞവന്റെ അമലുകളിൽ നിന്നിട്ട് ആരെ കുറിച്ചാണോ നമ്മൾ അങ്ങനെ പറഞ്ഞു കൂട്ടിയിട്ടുള്ളത് അവനിക്ക് എഴുതപ്പെടുകയാ മാത്രമല്ല അല്ലാഹുവേ നമ്മൾ ആരെ കുറിച്ചാണോ പറഞ്ഞിട്ടുള്ളത് അവന്റെ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമല്ലോ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവേ അവിടുന്ന് പഠിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഈ ഹദീസ് നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കണേ ഉമ്മ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത നമസ്കാരങ്ങളുണ്ടല്ലോ നമ്മൾ ചെയ്ത നോമ്പുകളുണ്ടല്ലോ നമ്മൾ കൊടുത്ത സകാത്തുകളും സദഖകളും ഒന്നും പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ അല്ലാഹുവേ ഒന്നും തന്നെ കാണുന്നില്ല റബ്ബേ ദുനിയാവിന്റെ തുരിക്ക് മുകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിനകത്തുള്ള വിചാരം എന്തെന്നറിയോ റബ്ബേ ഒരുപാട് നന്മകൾ ചെയ്തല്ലോ ഒരുപാട് നന്മകൾ പറഞ്ഞല്ലോ ഒരുപാട് നന്മകൾ കേട്ടല്ലോ അല്ലാഹുവേ ഈ നന്മകളെ കൊണ്ടൊക്കെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ എനിക്ക് വിശ്വസിക്കാൻ കഴിയുമല്ലോ എനിക്ക് വിജയിക്കാൻ കഴിയുമല്ലോ എന്ന് വിചാരിക്കുന്ന ഉമ്മ അല്ലാഹുവേ നമ്മുടെ വാക്കുകളിലൂടെ കടന്നു വരുന്ന ഓരോ അപരാധങ്ങളെ കൊണ്ട് നമ്മുടെ വാക്കുകളിലൂടെ കടന്നു വരുന്ന ഓരോ വല്ലാത്ത പിഴവുകളെ കൊണ്ട് അല്ലാഹുവേ നമ്മുടെ എല്ലാവിധ നന്മകളും പൊളിഞ്ഞു പോകുമല്ലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാ മറ്റുള്ളവനെ കുറിച്ചിട്ട് അവൻ ചെയ്ത തെറ്റിന്റെ വലിപ്പം ഓർത്തിട്ട് റബ്ബേ ഇവനിക്ക് അല്ലാഹ് പുറത്തു തരുമോ ഇവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമോ ഇവൻ എത്ര വലിയ തമ്മാടിത്തരമാ കാട്ടുന്നത് ഇവൻ എത്ര വലിയ പണ്ഡിത്തരമാ കാട്ടുന്നത് എന്നൊക്കെ പറയുന്ന എത്രയോ ആളുകളുണ്ടല്ലോ അവന്റെ മോശത്തരം എത്ര വലിയ വലുതായിക്കോട്ടെ എത്ര വലിയ പെരുപ്പമുള്ളതായിക്കോട്ടെ എത്ര വലിയ ചെറുതായിക്കോട്ടെ
അവന്റെ പാപത്തെ അളക്കണ്ട, അവന്റെ നന്മകളെയും അളക്കണ്ട. റബ്ബേ, അവന്റെ നന്മകൾ അളന്ന് അവന്റെ പാപങ്ങളെ നമ്മൾ അളക്കാൻ നിന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത നന്മകളുണ്ടല്ലോ, ആ നന്മകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് വെച്ചു കൊടുക്കുകയാ. പിന്നെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോൾ റബ്ബേ നമുക്ക് നന്മകളില്ല, നമ്മൾ ചെയ്തു കൂട്ടിയ നമസ്കാരവും നോമ്പും സകാത്തുമെല്ലാം അല്ലാഹുവേ പരിശുദ്ധമായ അല്ലാഹുവിൻ നമ്മുടെ ഓരോ കാര്യങ്ങളെ രേഖപ്പെടുത്തിയ ഏടുകളുണ്ടല്ലോ, ഈ ഏടുകൾ നമ്മുടെ കൈകളിലേക്ക് തരുമ്പോ, ഈ ഏട് നമ്മുടെ കയ്യിലേക്ക് തരുമ്പോ അല്ലാ പിന്നീട് അവിടെ നിന്ന് കാണുന്നില്ല, പിന്നീട് അവിടെ നിന്നും കാണുന്നില്ല. റബ്ബേ, ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്തല്ലോ, റബ്ബിനോട് ചോദിക്കുകയാ, റബ്ബേ അവിടുന്ന് ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്തല്ലോ, ഒരുപാട് നന്മകൾ പറഞ്ഞല്ലോ, ഒരുപാട് നന്മകൾ കേട്ടല്ലോ, ഇതെല്ലാം എവിടെയാ അല്ലാ? ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഓരോ നന്മകള്, ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഓരോ നന്മകള് ഇതെല്ലാം എവിടെ പോയി എന്ന് പറയുമ്പോ അല്ലാ പടച്ച റബ്ബേ, റബ്ബിന്റെ മുമ്പിൽ നമ്മൾ കൈമലർത്തുകയാ, അള്ളാന്റെ മുമ്പിൽ നമ്മൾ കൈമലർത്തുകയാ. കാരണം എന്തെന്നറിയോ? അല്ലാ സമയത്ത് പറയുമല്ലോ, നിന്റെ നന്മകളൊക്കെടാ ഇവനക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ. കാരണം എന്താണെന്നറിയോ? നിന്റെ ജീവിതത്തിലോ അല്ലാഹുവേ ഇവനെ കുറിച്ച് നീ ഇല്ലതും ഇല്ലാത്തതും പറഞ്ഞു. അവന്റെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു ചെയ്യിപ്പിച്ചപ്പോ നീ അതിലൂടെ അല്ലേ അവനെ കളിയാക്കിയത്, അവനെ കുറ്റം പറഞ്ഞത്? അവന്റെ പാപത്തിന്റെ കാരണത്താൽ നീ അവനെ അളന്ന് നടന്നവനല്ലോ. അതുകൊണ്ട് വേണ്ട മോനെ, ഒരാളെയും തന്നെ നമ്മളെ കുറ്റം പറയല്ലോ, ഇല്ലതും ഇല്ലാത്തതും പറഞ്ഞിട്ട് അവന്റെ പാപത്തിന്റെ പെരുപ്പങ്ങൾ ഓർത്തിട്ട് പോലും നമ്മൾ പറയാൻ പാടില്ല. അല്ലാഹുവേ, നീ ഞങ്ങളെ നാക്കിനെ നീ കാക്കണേ അല്ലാ, ഞങ്ങളെ നാവ് കൊണ്ട് നീ നല്ലത് പറയിപ്പിക്കണേ അല്ലാ, ഈബത്ത് പറയിപ്പിക്കല്ല അല്ലാ, നമീമത്ത് പറയിപ്പിക്കല്ല അല്ലാ, മറ്റുള്ളവർക്ക് വിഷമമുണ്ടാകുന്ന ഒരു കാര്യം നീ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കല്ല അല്ലാ. ഒരാൾക്കും വേദന വന്നിട്ട് ഞങ്ങളെ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് അല്ലാഹുവേ നീ ഞങ്ങളെ ആക്കല്ലേ അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, മറ്റുള്ളവരുടെ പാപങ്ങളെ, അത് വലിയ പെരുപ്പമുള്ള പാപങ്ങൾ, ആ പാപങ്ങളെ പടച്ച റബ്ബേ എത്രത്തോളം പാപമാ അവൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്തത് പറയരുത് ഉമ്മ, പറയരുത് മോനെ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രിയമുള്ളവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, അവൻ്റെ പാപങ്ങൾ പൊറുക്കാൻ കഴിവുള്ളവൻ അത് അള്ളയാ. അവൻ്റെ പാപങ്ങളും എല്ലാ കാര്യങ്ങളും അത് പടച്ച റബ്ബായി. ആ പടച്ച റബ്ബും അവനും തമ്മിലുള്ള ബന്ധമാ. അവൻ പടച്ച റബ്ബിന്റെ മുമ്പിലെങ്ങാനും ഒന്ന് ആത്മാർത്ഥമായിരുന്നിട്ട് പൊട്ടിക്കരഞ്ഞാൽ അവന്റെ പാപം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. എന്നിട്ട് അവന്റെ പാപം പടച്ചോൻ പൊറുക്കോ എന്ന് നമ്മൾ പറയണ്ട. അങ്ങനെ നമ്മൾ പറഞ്ഞാൽ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടമല്ലാതെ ഒരിക്കലും തന്നെ നമുക്ക് വിജയം കണ്ടെത്താൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയാ, ആരാ തന്റെ അടിമയെ കുറിച്ച് അങ്ങനെ പറയുന്നത്? എൻ്റെ അടിമയെ കുറിച്ചിട്ട് ആരാണ്? അവന്റെ പാപം പൊറുക്കുമോ? അവനിക്ക് പാപം പൊറുക്കുമോ? അല്ലാഹ് അവന് ഇഷ്ടപ്പെടുമോ? ഇതൊക്കെ ആരാ പറയുന്നത്? അങ്ങനെ എങ്ങാനും പറഞ്ഞാൽ എൻ്റെ പ്രിയമുള്ളവരെ, ആരാണോ പറഞ്ഞത് അവന്റെ നന്മകളെ കെടുത്തിട്ട് മറ്റുള്ളവനിക്ക് കൊടുക്കും. ആരെ കുറിച്ചാണോ പറഞ്ഞത് അവനിക്ക് കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. മാത്രമല്ല, അവന്റെ പാപങ്ങൾ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ പാപങ്ങൾ ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. നമ്മൾ പറയുമല്ലോ, ഉമ്മ എന്നെ കുറിച്ച് അവൻ അത് പറയാ, എന്നെ കുറിച്ച് അവൻ ഇത് പറയാ, എനിക്ക് വല്ലാത്ത വിഷമമാ ഉസ്താദേ, അവിടുന്ന് അവന്റെ മനസ്സ് നന്നാവാൻ വേണ്ടുന്ന ദുആ ചെയ്യണമെന്ന് പറയാറുണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മളെ കുറിച്ച് ആരെങ്കിലും മോശത്തരങ്ങൾ പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ, ഇല്ലതും ഇല്ലാത്തതും കെട്ട് കഥകളിലൂടെ കടന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളെ തളർത്താൻ വേണ്ടി ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ പ്രിയമുള്ളവരെ, നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അള്ളാഹുവിന്റെ മുമ്പിൽ വലിയ നന്മയായിട്ട് നമുക്കത് ലഭിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുക. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് വിഷമിക്കണ്ട.
അതുകൊണ്ട് വിഷമിക്കണ്ട. പടച്ച തമ്പുരാൻ നമുക്ക് തരുന്ന ഒരു വലിയ നന്മക്കുള്ള മുന്നൊരുക്കമാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മളെ കുറിച്ച് ആരെങ്കിലും ഇല്ലത് പറഞ്ഞോട്ടെ, ഇല്ലാത്തതും പറഞ്ഞോട്ടെ, പടച്ച റബ്ബേ അങ്ങനെ വെറുതെ ഇല്ലാത്തതും ഇല്ലതും പറഞ്ഞിട്ട് നമ്മളെ കുറിച്ചിട്ട് പെരുപ്പിച്ച് നമ്മളെ വശലാക്കാൻ ശ്രമിക്കുന്നവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ പരാജയി എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അവൻ ജീവിതത്തിൽ പരാജയപ്പെട്ടവനാ, അവനിക്ക് വിജയമില്ല, അവനിക്ക് ദുനിയാവിൽ വിജയം കണ്ടെത്താൻ കഴിയില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുക. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ, അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ, അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നന്മകൾ കണ്ടെത്താൻ ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ നന്മകളെ കണ്ടെത്താൻ ശ്രമിക്കുക. അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ തരണേ റഹ്മാനെ. ഒരുപാട് നന്മകളുടെ വഴിയിലൂടെ അള്ളാഹുവേ ഞങ്ങളെ കടത്തി തരണേ റഹ്മാനെ. ഇൻഷാ അള്ളാഹ് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് നാവ് കൊണ്ട് ഒരാളെ കുറിച്ചിട്ട് നല്ലത് അല്ലാത്തതൊന്നും നമ്മൾ പറയരുത്. നമുക്കതിന് അവസരം നമ്മൾ എപ്പോഴും പടച്ചോനോട് ദുആ ചെയ്യണം. പടച്ചോനെ, എൻ്റെ നാവ് കൊണ്ട് അള്ളാഹുവേ നീ ഒരാൾക്കും ഗീബത്ത് പറയിപ്പിക്കരുത്, നമീമത്ത് പറയിപ്പിക്കരുത്. ഖൽബിന്റെ കുറേ അസുഖങ്ങളുണ്ട്. ഈ അസുഖങ്ങൾ, രോഗങ്ങളിൽ നിന്നൊക്കെ പടച്ചോനെ എനിക്ക് മുക്തി തരണേ അല്ലാ എന്ന് പടച്ച തമ്പുരാനോട് നമുക്ക് എപ്പോഴും ദുആ ചെയ്യാൻ എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിനെ നമ്മൾ അനുവദിക്കണം. എന്നാൽ നമ്മൾ വിജയിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹ് നമുക്ക് തൗഫീഖ് തരട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തട്ടെ, ഒരാളെ കുറിച്ചിട്ടും അവൻ ചെയ്ത് നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് അവൻ ചെയ്ത് തെറ്റായിരിക്കാം, വലിയ തെറ്റ് നമ്മളത് കണ്ടു. എൻ്റെ പ്രിയമുള്ളവരെ, എന്നാലും അവനോട് ഒന്നും പറയരുത്. അവന്റെ ഒരു തെറ്റ് പടച്ചോൻ പൊറുക്കോ, എത്ര വലിയ തെറ്റാ ഇത് നമ്മൾ വിലയിരുത്തേണ്ട. ചിലപ്പോൾ അതിനേക്കാളും വലിയ തെറ്റ് എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരും. ഒരാളെ തെറ്റിന് നമ്മളിങ്ങനെ പറഞ്ഞിട്ട് നടക്കാം, മോശത്തരങ്ങളെ നമ്മളിങ്ങനെ പറഞ്ഞു നടന്ന നാളെ പടച്ച റബ്ബ് മരിക്കുന്നതിന്റെ മുമ്പേ അതേ തെറ്റുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ നമ്മളെ വശലാക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ. നമ്മൾ വലിയ പുണ്യാളന്മാരായിട്ട് നമ്മൾ പറയാം, ഓൻ ചെയ്യുന്ന തെറ്റ്, ഓൻ കാണിക്കുന്ന തെറ്റ്, ഓൻ പറയുന്ന തെറ്റ്. അങ്ങനെ പറഞ്ഞു നടക്കണ്ട, അങ്ങനെ പറഞ്ഞു നടന്ന അതിന്റെ നഷ്ടം നമുക്ക്. പടച്ചോനെ, നീ ഞങ്ങൾക്ക് ബോധം നൽകണേ അല്ലാ, നീ ബോധം നൽകണേ റഹ്മാനെ. എൻ്റെ പ്രിയമുള്ളവരെ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഹലാലായ മുറാദ് അല്ലാഹു സുബ്ഹാനഹു വ തആല വീട്ടിൽ കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഉസ്താദെ പ്രത്യേകം ദുആ ചെയ്യണം. ഖദീജ എന്ന് പറയുന്ന ഉമ്മ പനിയാണ്, കുട്ടികൾക്ക് എല്ലാവർക്കും ഇല്ലാത്ത വിഷമമാണ് എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു പരിപൂർണ്ണ ശിഫ നൽകട്ടെ. എന്നെയും കുടുംബത്തെയും ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഷെറീന ഷെറി എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് രോഗം ശിഫയാകാൻ, അതേപോലെ തന്നെ കടം കൊണ്ട് വല്ലാത്ത പ്രയാസത്തിലാണ്, ഉള്ള ജോലി ഖൈറാണെങ്കിൽ അത് നിലനിൽക്കാനും ദുനിയാവും ആഖിറവും വിജയത്തിലാകാനും പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു പടച്ച റബ്ബേ, ഞങ്ങളുടെ ദുആകളൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ ഇൽമുകളൊക്കെ നാഫിയാക്കി തരണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ്, അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. നമ്മുടെ മക്കളൊക്കെ നമ്മൾ നന്മയുടെ പക്ഷത്തേക്ക് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട്